ഈ വർഷം നാട്ടിൽ ലീവിന് പോയപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ച കാര്യം ഇനി എന്നാ പഠിക്കാൻ പോകുന്നത്, കാരണം സ്കൂൾ കഴിഞ്ഞു, അപ്പോൾ ഇനി അടുത്ത് കോളേജ്, അപ്പോൾ ഏത് കോഴ്സാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അവൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്ത് ഐറിഷ് അപ്ലിക്കേഷൻ സിസ്റ്റം വേറെയാണ്, നാട്ടിലുള്ള പോലെ അല്ല. അങ്ങനെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം എടുത്തു. അതുകൊണ്ട് ഈ വീഡിയോയിൽ അയർലൻഡിലുള്ള കോളേജ് അപ്ലിക്കേഷൻ സിസ്റ്റത്തിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, ഹലോ, മൈ നെയിം ഈസ് ആഷിക ആൻഡ് ഐ മേക്ക് വീഡിയോസ് അബൌട്ട് സ്റ്റുഡൻറ്റ് ലൈഫ് ഇൻ അയർലൻഡ്. നേരത്തെ എൻ്റെ ചാനൽ കണ്ടിട്ടുണ്ട്. ഹലോ, വെൽക്കം ബാക്ക് അഗെയിൻ. And if you have not subscribed to my channel, subscribe now so you can receive videos. So what is the Irish college application system like? നാട്ടിലുള്ള കോളേജ് അപ്ലിക്കേഷൻ എനിക്ക് ക്ലിയർ ആയിട്ട് ഐഡിയ ഇല്ല, പക്ഷേ എൻ്റെ അറിവിൽ നിങ്ങൾ നേരെ കോളേജിന് അപ്ലൈ ചെയ്യും, അടുത്ത് പിന്നെ അവർക്ക് സീറ്റ് ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് അക്സെപ്റ്റഡ് or not you will get rejected. അയർലൻഡിലുള്ള കോളേജ് അപ്ലിക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അയർലൻഡിലുള്ള കോളേജ് അപ്ലിക്കേഷൻ സിസ്റ്റത്തിന് റൺ ചെയ്യുന്ന ഒരാളാണ് CAO. And how does this work and how do you do it and who does this work for? Let me explain. CAO വന്ന് സ്കൂൾ കഴിഞ്ഞിട്ടുള്ള അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിനുള്ളവർക്കും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മെച്യൂർ സ്റ്റുഡൻറ്റ്, അതായത് 23 വയസ്സിൻ്റെ മേളിലാണ് നിങ്ങളിപ്പം അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട വിധമാണ് ഈ CAO. ഒരു വർഷം തന്നെ CAയിൽ മോർ ദാൻ 70,000 അപ്ലിക്കൻസ് ഉണ്ട്. ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് യു ആർ ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് 70,000 പീപ്പിൾ. കാരണം ഈ 70,000 അപ്ലിക്കൻസ് ഒരേ കോഴ്സിനല്ല അപ്ലൈ ചെയ്യുന്നത്, ദേ ആർ അപ്ലൈയിങ് ടു ഡിഫറെൻറ്റ് കോഴ്സസ് ഇൻ ഡിഫറെൻറ്റ് കോളേജ്. ഓബിയസ്ലി കുറച്ച് പേര് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സെയിം കോഴ്സിനായിരിക്കും, ആൻഡ് നിങ്ങൾക്ക് സീറ്റ് കിട്ടുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിനെ പുറത്തിരിക്കും. ഇപ്പം നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് സ്കൂൾ കഴിഞ്ഞിട്ട് വരുന്നത്, നിങ്ങൾക്ക് അപ്ലിക്കേഷൻ പ്രോസസ്സ് ഏറെയാണ്, നിങ്ങൾ CAO കൂടെ അല്ല അപ്ലൈ ചെയ്യുന്നത്, കാരണം നിങ്ങൾക്ക് ലിവിംഗ് സെറ്റ് പോയിന്റ്സ് ഇല്ല. സോ ഹൗ ഡസ് ദിസ് വർക്ക് ആൻഡ് ഹൗ ഡു യു മേക്ക് എൻ അപ്ലിക്കേഷൻ വിത്ത് CAO? അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡെമോ കാണിക്കാൻ പോകാം ഇവിടെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു ഗോ ഇൻ ടു ഗൂഗിൾ ആൻഡ് ലുക്ക് അപ്പ് CAO. ആ CAയിൽ പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവരുടെ മെയിൻ വെബ്സൈറ്റിൽ കാണാം. അവിടെ വേറെ വേറെ ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസോ കോഴ്സസോ അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ യു ക്യാൻ ക്ലിക്ക് ഇൻ ടു ദിസ്. സോ അപ്ലിക്കേഷൻ ചെയ്യാൻ നിങ്ങൾ ആദ്യം ഇതിനകത്ത് പോകണം. ആൻഡ് വൺസ് യു ഗോ ഇൻ ടു ദിസ് യു ക്യാൻ സീ ദാറ്റ് ഇവിടെ അവർ അപ്ലിക്കേഷൻ പേജ് ക്ലോസ് ആയിട്ടുണ്ട്, കാരണം അപ്ലിക്കേഷൻ്റെ സമയം കഴിഞ്ഞു. പക്ഷേ ഇത് നിങ്ങളിപ്പോൾ കറക്റ്റ് ടൈമിലായിരുന്നെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഓപ്ഷൻസും എന്നെ ചെയ്യണം എന്നൊക്കെ കാണിച്ചിരിക്കും. സോ നിങ്ങൾ ഒരിക്കൽ ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി കഴിയുമ്പോൾ യു നീഡ് ടു ഗോ ബാക്ക് ആൻഡ് യു നീഡ് ടു ഗോ ഇൻ ടു മൈ അപ്ലിക്കേഷൻ. ആ മൈ അപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ തന്നെ ഒരു CAO നമ്പർ കിട്ടും. ആ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് യുവർ പാസ്വേഡ്, ഈ മൂന്നും ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ CAO പേജിൻ്റെ അകത്തോട്ട് പോകും. ആ CAO പേജിൻ്റെ അകത്താണ് നിങ്ങളുടെ കോഴ്സുകൾ ഇടുന്നത്. സോ ഹൗ ഡു യു പുട്ട് ഡൗൺ ദ കോഴ്സസ്? CAOയിൽ ലെവൽ 8 കോഴ്സസിന് 10 സ്ഥലങ്ങളും ലെവൽ 7 or 6 കോഴ്സസിന് 10 സ്ഥലങ്ങളും ഉണ്ട്. സോ ടോട്ടലി യു ക്യാൻ അപ്ലൈ ഫോർ 20 പ്ലേസസ്. ലെവൽ 8 എന്ന ലെവൽ 7, 6 കോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെവൽ 8 ഒന്ന് നഴ്സിംഗ് ഒരു ലെവൽ 8 ആയിരിക്കും. അതേപോലെ തന്നെ ലെവൽ 7 or 6 ഇപ്പം ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, അത് MTU എന്ന് പറയുന്ന കോളേജിൽ ലെവൽ 7 ഉണ്ട്, ലെവൽ 8 ഉണ്ട്. സോ നിങ്ങൾ ഏത് ലെവലിൽ അപ്ലൈ ചെയ്യുന്നോ ആ ലെവലിലുള്ള ഡിഗ്രി നിങ്ങൾക്ക് കിട്ടും. ഇതിൽ ഇനി നിങ്ങൾ ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ആദ്യം ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകളെല്ലാം എഴുതുക, ലിസ്റ്റ് ഔട്ട് എവറിത്തിങ്. അങ്ങനെ 10 കോഴ്സുകൾ. നിങ്ങൾ ലെവൽ 8 മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ 10 കോഴ്സ് മതി. ഇപ്പോൾ നിങ്ങൾക്ക് ലെവൽ 7 or 6 അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ഡൗൺ കോഴ്സസ് ഫോർ ദാറ്റ് ആസ് വെൽ. ഞാൻ ഈ വീഡിയോയിൽ ലെവൽ 8 മാത്രമാണ് സംസാരിക്കുന്നത്, ബിക്കോസ് ഇൻ മൈ അപ്ലിക്കേഷൻ ഐ ഡിഡ് നോട്ട് അപ്ലൈ ഫോർ എനി ലെവൽ 7 or ലെവൽ 6. 10 കോഴ്സുകളും എഴുതി കഴിയുമ്പോൾ ഇനി നിങ്ങളത് പ്രയോറിറ്റി വൈസ് വെച്ച് തിരിച്ചെഴുതണം. അതായത് ഇപ്പം നിങ്ങൾക്ക് ലിസ്റ്റിൽ എഞ്ചിനീയറിംഗ്, മെഡിസിൻ, ലോ, ഫിസിക്സ്, മാത്സ്, ടീച്ചിങ്, മ്യൂസിക്, ഇങ്ങനെ ഇപ്പോൾ ഒരു 10 ഉണ്ടെന്ന് വെച്ചോ. I'll say engineering is your first priority. That's a course you would love to do. Yeah? So ആ കോഴ്സിന് ആദ്യം 1ാം നമ്പർ സ്ഥലത്തിടണം. അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് പ്രയോറിറ്റി അതിൻ്റെ താഴെ. അങ്ങനെ എല്ലാ 10 പ്ലേസും ഫില്ല് ചെയ്യണം. നമ്പർ 1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടിയാൽ കൊള്ളാമെന്നുള്ള കോഴ്സും, ഏറ്റവും ലാസ്റ്റിൽ നോട്ട് സോ മച്ച് ഓഫ് എ ബിഗ് ഡീൽ അങ്ങനത്തെ ഒരു കോഴ്സിന് ഇടണം. CAOന് നിറയെ ഡെഡ് ലൈൻസ് ഉണ്ട്. സോ ഓബിയസ്ലി മേക്ക് ഷുവർ യു ലുക്ക് അറ്റ് ദം, കാരണം അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാൻ നോക്കണം. അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആ കോഴ്സുകൾ മാറ്റാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ എഞ്ചിനീയർ ആയിരുന്നു നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടമുള്ള കോഴ്സ്, പക്ഷേ നിങ്ങൾ അതിനുപകരം ലോ ഫസ്റ്റ് ഇട്ടു, പക്ഷെ ഇനി നിങ്ങൾക്ക് മാറ്റി എഴുതണമെങ്കിൽ അത് പറ്റത്തില്ല. അതുകൊണ്ട് ഇടുമ്പോൾ ആലോചിച്ച് കറക്റ്റായിട്ട് ഇടണം.
അത് മാത്രമല്ല ഇത് കോഴ്സുകൾ മാറ്റാൻ വേണ്ടി CAO ഒരു ടൈം ഗ്യാപ്പ് തിരിച്ചും തുറക്കും. മെയ് ലാസ്റ്റ് നിന്ന് ജൂലൈ 1 വരെയാണ് ഡേറ്റ്. ഈ വർഷം മെയ് ലാസ്റ്റ് ഏകദേശം തുറന്നു. ഇനി ജൂലൈ 1 അത് തിരിച്ചും ക്ലോസ് ചെയ്യും. അത് ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കല്ല ഒന്നും മാറ്റാൻ പറ്റത്തില്ല. സോ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തൊക്കെ കോഴ്സ് ഇടണമെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഹൗ ഡു യു ഗെറ്റ് ദ കോളേജ് പ്ലേസ്മെൻറ്റ്? നിങ്ങൾക്ക് എങ്ങനെ കോളേജിൽ നിന്ന് സീറ്റ് കിട്ടും? നിങ്ങൾ നോക്കുമ്പോൾ നമ്മൾ 10 കോഴ്സ് ഓൾറെഡി 10 കോഴ്സ് ഒരാൾ തന്നെ, അതും ഇപ്പം ലെവൽ 6 or 7 ഇൻക്ലൂഡഡ് ഓൾമോസ്റ്റ് 20 കോഴ്സസാണ് ഒരാൾ തന്നെ അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ആവറേജ് ദസ് മോർ ദാൻ ലൈക്ക് 77,000 അപ്ലിക്കൻസ് പെർ ഇയർ. സോ അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ ഇത് നിങ്ങൾക്ക് സീറ്റ് കിട്ടുന്നത്, ഏത് കോഴ്സ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ഡൗട്ടുള്ളത് എങ്ങനെയാണെന്ന് ഞാനിപ്പം എക്സ്പ്ലെയിൻ ചെയ്യാം. CAO 2-3 ഓഫേഴ്സ് ഇടും. റൗണ്ട് 0 ഓഫർ, റൗണ്ട് 1 ഓഫർ, റൗണ്ട് 2 ഓഫർ, അങ്ങനെ 2-3 ഏകദേശം ഐ തിങ്ക് ഇറ്റ് ഗോസ് അപ് ടു മാക്സിമം 4 ഓഫേഴ്സ്. റൗണ്ട് 0 ഓഫർ ആർക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന പറഞ്ഞാൽ QQI ലെവൽ 5 കോഴ്സ് ചെയ്തവർക്ക് മാത്രം. അതായത് ലെവൽ 8 നമ്മൾ കോളേജിൽ ചെയ്തു. അതേപോലെ നമ്മൾ ഹൈസ്കൂൾ, അതായത് ലീവിംഗ് സെറ്റ് എക്സാം നമ്മളുടെ ലെവൽ 4 ആണ്. നാട്ടിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ ഇവിടെ പോയി ഒരു കോഴ്സ് പഠിക്കണമെന്നുണ്ട്, പക്ഷേ ഇവിടെ നമ്മൾ സ്കൂളിൽ പോയിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ലെവൽ 5 കോഴ്സ്, അതായത് QQI ലെവൽ 5 കോഴ്സ് ചെയ്താൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഫുൾ ഡിസ്റ്റിങ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെവൽ 8 അപ്ലൈ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഓഫർ കിട്ടുന്നതാണ് റൗണ്ട് 0 ഓഫറിൽ. അത് കഴിഞ്ഞിട്ടാണ് ഓഗസ്റ്റ് എൻഡിങ്ങിൽ റൗണ്ട് 1 ഓഫർ വരുന്നത്. ഈ റൗണ്ട് 1 ഓഫേഴ്സാണ് ഈ സ്കൂൾ പിള്ളേർക്കും മറ്റവർക്കൊക്കെ അപ്ലൈ ചെയ്യുന്നത്. സോ ഈ റൗണ്ട് 1 ഓഫറിൽ നിങ്ങൾക്ക് CAOയുടെ അടുത്തത് മെയിൽ വരും. സോ ഈ മെയിലിൽ നിങ്ങൾക്ക് ഏത് കോഴ്സിൽ അല്ലെങ്കിൽ ഏത് കോളേജിലാണ് നിങ്ങൾ സെലക്ട് ആയിട്ടുള്ളതെന്ന് പറഞ്ഞ് മെയിൽ വരും. ആ കോഴ്സ് നിങ്ങൾക്ക് ഒന്നേ അക്സെപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. കോഴ്സ് കിട്ടുമോ ഇല്ല കിട്ടാതെ പോകുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, സോ ബേസിക്കലി ഇപ്പോൾ നിങ്ങളൊരു കോഴ്സ് ഇട്ടു എഞ്ചിനീയറിംഗ്, ആ വർഷം നിങ്ങൾക്ക് ലിവിംഗ് സെറ്റ് എഴുതിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പോയിന്റ്സ് സേ 500, നിങ്ങൾക്ക് 500 പോയിന്റ്സ് ലിവിംഗ് സെറ്റിൽ കിട്ടി. അതും നിങ്ങളിപ്പോൾ എഞ്ചിനീയറിംഗ് ഇട്ടിരിക്കുന്നത് UCCയിലാണെന്ന് വെച്ചോ. പക്ഷെ ആ വർഷം UCC കോളേജിൽ നിന്ന് അവർ വിട്ടിട്ടുള്ള മാർക്കിൽ നിങ്ങൾക്ക് 510 മാർക്ക് വേണമെന്ന് വെച്ചോ. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ കോഴ്സ് കിട്ടത്തില്ല. ഫസ്റ്റ് പ്രയോറിറ്റി എഞ്ചിനീയറിംഗ് ആയെങ്കിലും നിങ്ങൾക്ക് ആ കോഴ്സ് കിട്ടത്തില്ല, കാരണം നിങ്ങൾക്ക് മാർക്കില്ല. ചിലപ്പം നിങ്ങൾക്ക് മാർക്ക് കാണും, പക്ഷേ ഈ കോഴ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്കൂളിൽ കുറച്ച് കമ്പൽസറി സബ്ജക്റ്റ് ചെയ്യണം. അത് ഓരോ കോഴ്സിനും ഓരോ പോലെ ആയിരിക്കും. അപ്പോൾ ആ സബ്ജക്ട്സ് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് ആ സീറ്റ് തിരിച്ചു പോകും. അങ്ങനെ നിങ്ങൾക്ക് ക്യാൻസൽ ആവും. ഇങ്ങനെ ഒരു കോഴ്സ് ക്യാൻസൽ ആയി കഴിയുമ്പോൾ CAO ഗോസ് ഇൻ ടു യുവർ സെക്കൻഡ് പ്രയോറിറ്റി. അപ്പോൾ ആ കോഴ്സും ഇതേ മെത്തേഡ് വെച്ചിട്ട് അക്സെപ്റ്റോ റിജക്റ്റോ ചെയ്യും. ഇങ്ങനെ നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി കോഴ്സുകൾ റിജക്റ്റ് ആയിട്ട്, ഇപ്പം സേ നിങ്ങളുടെ തേർഡ് പ്രയോറിറ്റി ഇപ്പം ലോ ആയിരുന്നു വെച്ചോ. ലോയിനുള്ള മാർക്ക് നിങ്ങൾക്കുണ്ട്, അതിനുള്ള ആവശ്യമുള്ള സബ്ജക്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ CAO നിങ്ങൾക്ക് ഈ കോഴ്സിന് നിങ്ങളുടെ ഫസ്റ്റ് റൗണ്ട് ഓഫറിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്യും. ഇതിനെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം വിത്തിൻ ദ ടൈം സ്പാൻ. ഓബിയസ്ലി നിങ്ങൾക്ക് ആ കോഴ്സ് അക്സെപ്റ്റ് ചെയ്തു, പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ആ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ യു ക്യാൻ വെയിറ്റ് ഫോർ ദ റൗണ്ട് 2 ഓഫേഴ്സ്. റൗണ്ട് 2 ഓഫേഴ്സ് എപ്പോൾ എന്ന് പറഞ്ഞാൽ കോളേജ് തുറന്നു കഴിഞ്ഞ് ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴാണ് റൗണ്ട് 2 ഓഫേഴ്സ് വരുന്നത്. ഇത് എങ്ങനെ വരുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ആ എഞ്ചിനീയറിംഗ് കോഴ്സ് അക്സെപ്റ്റ് ചെയ്ത് കോളേജിൽ പഠിക്കാൻ തുടങ്ങിയ പിള്ളേർക്ക് ആ കോഴ്സിനെ വിട്ടിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു കോഴ്സ് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് തിരിച്ച് അതിൽ നിന്ന് പോകണമെങ്കിൽ നിറയെ റീസൺസ് കാണും. അവർക്ക് അക്കോമഡേഷൻ കിട്ടി കാണത്തില്ല, ചിലപ്പോൾ അവർക്ക് കോഴ്സ് ഇഷ്ടപ്പെട്ട് കാണത്തില്ല, ഇല്ലെങ്കിൽ അവർക്ക് ഫ്രണ്ട്സ് ഇല്ലായിരിക്കും, അല്ലെങ്കിൽ അവർ ഓർത്ത പോലെ അല്ലായിരിക്കും ആ കോഴ്സ് ഇരിക്കുന്നത്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ആ കോഴ്സ് പിള്ളേർ ഡ്രോപ്പ് ഔട്ട് ആവും. അപ്പോൾ ആ ഫ്രീ പ്ലേസസിൽ വേറെ എലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിന് CAO റൗണ്ട് 2 ഓഫേഴ്സ് അയക്കും. ഇതിൻ്റെ എക്സാമ്പിളിൽ നിങ്ങൾക്ക് 500 പോയിന്റ്സും കോളേജ് വിട്ടിരുന്ന മാർക്കിന് 510 ആയിരുന്നു. സോ ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ വരുമ്പോൾ അവർ ഈ റൗണ്ട് 2 ഓഫേഴ്സിന് ചിലപ്പോൾ ആ മാർക്ക് കുറയ്ക്കും. ഇപ്പോൾ 10 പോയിന്റ്സ് കുറച്ചെടുത്തെങ്കിൽ യു ഹാവ് 500 പോയിന്റ്സ്. സോ നിങ്ങൾക്ക് റൗണ്ട് 2 ഓഫറിൽ നിങ്ങൾക്ക് ആ കോഴ്സ് തിരിച്ച് മെയിൽ വരും ആൻഡ് യു ക്യാൻ അക്സെപ്റ്റ് ഇറ്റ് ഓർ റിജക്റ്റ് ഇറ്റ്. പക്ഷേ ഇൻ മോസ്റ്റ് കേസസ് ഒരിക്കൽ റൗണ്ട് 1 ഓഫറിൽ അക്സെപ്റ്റ് ചെയ്ത പിള്ളേർ റൗണ്ട് 2 ഓഫറിൽ അത്ര അക്സെപ്റ്റ് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എത്രയായാലും കോളേജ് തുടർന്ന് 2-3 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും റൗണ്ട് 2 ഓഫർ വരുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഏകദേശം കോളേജിനും കോഴ്സിനും ഇല്ല ഫ്രണ്ട്സൊക്കെ ആയി വരുമ്പോൾ നിറയെ പേർക്ക് ഇട്ടോണ്ട് പോകാൻ മടിയാവും. സോ ദേ വിൽ നോട്ട് അക്സെപ്റ്റ് ഇറ്റ്. ബട്ട് ദർ ആർ പീപ്പിൾ ഹു അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് യു ക്യാൻ ഡു ഇറ്റ് ഇഫ് യു വാണ്ട്. വേറൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഓരോ വർഷം ഐറിഷ് യൂണിവേഴ്സിറ്റി ഓരോ കോഴ്സിന് വെച്ചിട്ടുള്ള മാർക്കുകൾ വേറെ ആയിരിക്കും. കാരണം ഒരു കോഴ്സിന് എത്ര അപ്ലിക്കൻസ് ഉണ്ട്, അതിൻ്റെ കോമ്പറ്റീഷൻ പുറത്തായിരിക്കും അവർ വിടുന്ന മാർക്ക്. അതുമാത്രമല്ല ഈ മാർക്ക് നമ്മൾ ലീവിംഗ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മളുടെ എക്സാം എല്ലാം കഴിഞ്ഞ് ഓഗസ്റ്റിലായിരിക്കും കോളേജുകളുടെ മാർക്ക് പുറത്തു വരുന്നത്. ഐ നോ ഇറ്റ്സ് എൻ അഡ്വാൻറ്റേജ് ടു നോ ദ കോളേജ് ഗ്രേഡ് ബിഫോർ യുവർ ലീവിംഗ് സെറ്റ് എക്സാം. പക്ഷെ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. അതുമാത്രമല്ല ഞാൻ ഒരു ആസ് സമ്മൺ ഹൂ ഹാവ് അപ്ലൈഡ് ടു CAO ദിസ് ഇയർ, ഞാൻ നിങ്ങൾക്ക് പറയുന്ന ഒരു അഡ്വൈസ്, നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് തന്നെ എന്തായാലും ചെയ്യണമെന്ന് വെച്ചോ.
പക്ഷെ നിങ്ങളത് UCC ചെയ്യണമെന്നാണ് ഇഷ്ടം. കാരണം UCC ഈസ് എ ബിഗ് യൂണിവേഴ്സിറ്റി, അതിൻ്റെ പേരുണ്ട്. സോ നമ്മളെല്ലാവരും UCC തന്നെ ഇടും. പക്ഷെ അതേ എഞ്ചിനീയറിംഗ് ഇതിനെക്കാട്ടിലും കുറഞ്ഞ മാർക്കിന് MTU UCCൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള MTU കോർക്കിലുണ്ട്, ഇല്ലെങ്കിൽ കെറിയിലുണ്ട്, വേറെ യൂണിവേഴ്സിറ്റിയിലും ഉണ്ട്. പക്ഷെ ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ വലിയ യൂണിവേഴ്സിറ്റിക്ക് മാത്രം അപ്ലൈ ചെയ്യും. I don't know why. I think it's because of the prestigious name. സോ ഇപ്പം നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് എന്തായാലും വേണമെങ്കിൽ UCC അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സെക്കൻഡ് പ്ലേസിൽ MTO ഇല്ല വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഇതിനെക്കാളും മാർക്ക് കുറഞ്ഞ സ്ഥലത്തിടുക. ഇപ്പോൾ UCCയിൽ 510 പക്ഷേ MTUയിൽ അത് വരെ 480. സോ നിങ്ങൾക്ക് 500 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് MTU തന്നെ കിട്ടും. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് ഡിഗ്രി കിട്ടുമ്പോൾ എല്ലാം ലെവൽ 8 ഡിഗ്രി, എല്ലാ കോഴ്സും ഒരേ ഡിഗ്രി. സോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ആർ ദ സെയിം. ആൻഡ് ഐ എം ജസ്റ്റ് സെയിങ് ദിസ്. MTU has a good reputation for engineering. I'm just saying this if you are someone who's interested in engineering, but you don't have to apply if you don't want to. So that's really it. ഇങ്ങനെയാണ് CAO work ആവുന്നത്. So if you have any doubts, comment below and I will check and I'll give you the reply of my best knowledge. If you know someone അയർലൻഡിലോട്ട് വരാനുള്ള ആരെങ്കിലും അറിയാമെങ്കിൽ please share it to them because it is going to be useful for them. And last but not least, subscribe to my channel so you can receive more videos about student life or family life in Ireland. ഇനി എല്ലാവരും അടുത്ത വീഡിയോയിൽ അടുത്ത ആഴ്ച കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.